So, in this session we have seen the basic statement or the mathematical formulation of the first law of thermodynamics, in which we wrote delta U is equal to Q plus W, where W was the diathermic work. That is what we meant there. Now, in this session, we are going to formulate the first law of thermodynamics in the differential form. So, when do you go for differentials in any topic? When the changes involved in the physical quantities are infinitesimally small. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ടോപ്പിക്കുകളിൽ ഡിഫറൻഷ്യൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം, നാം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൽ നമ്മൾ ഇൻവോൾവ് ആവുന്ന വേരിയബിൾസിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചുകൾ വളരെ വളരെ ചെറുതായിരിക്കും. വളരെ ചെറിയ ചേഞ്ചുകളെയാണ് നമ്മൾ ഇൻഫിനിറ്റസിമൽ ചേഞ്ചസ് എന്ന് വിളിച്ചത്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഒരു ഇൻഫിനിറ്റസിമൽ പ്രോസസ്സിൻ്റെ കേസിൽ എങ്ങനെ എഴുതുമെന്നാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ഇൻഫിനിറ്റസിമൽ പ്രോസസ്സുകളെ പറ്റി പറയുന്നത്. ബിക്കോസ് we have coined or we have regarded the system to be undergoing what is known as a quasi-static process. ഇപ്പോൾ ഒരു ക്വാസി-സ്റ്റാറ്റിക് പ്രോസസ്സ് കടന്നു പോകുമ്പോൾ സിസ്റ്റത്തിൻ്റെ വേരിയബിൾസിലുണ്ടാവുന്ന ചേഞ്ചുകളൊക്കെ വളരെ വളരെ ചെറുതായിരിക്കും. ഇപ്പോൾ ഒരു ക്വാസി-സ്റ്റാറ്റിക് പ്രോസസ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോസസ്സുകൾ എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ മാത്തമാറ്റിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിനോട് നീതി പുലർത്തുന്ന രീതിയിൽ മാത്തമാറ്റിക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിയമങ്ങളെയൊക്കെ ഇൻഫിനിറ്റസിമൽ പ്രോസസ്സുകളുടെ നിയമങ്ങളുടെ രൂപത്തിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ റീസൺ വൈ വി എക്സ്പ്രസ് ദ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഇൻ ദ ഡിഫറൻഷ്യൽ ഫോം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഒരു ഇൻഫിനിറ്റസിമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ അറിയാം. സോ എനി പ്രോസസ് ഇൻവോൾവിങ് ഇൻഫിനിറ്റസിമൽ ചേഞ്ചസ് ഇൻ ദ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ഓഫ് എ സിസ്റ്റം ക്യാൻ ബി കോൾഡ് as an infinitesimal process. So we will first write or rewrite the first law of thermodynamics applicable for an infinitesimal process, which you can see on the screen. I have written du equal to dq plus dw. Okay, and what was the earlier or original version of the first law of thermodynamics? We wrote delta u is equal to, we wrote simply as q plus w. This was our original form of writing the first law of thermodynamics. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് യാതൊരുവിധ കണ്ടീഷൻസും ഇല്ല. ക്യൂ എന്ന് പറയുന്നത് വളരെ വലിയ എമൗണ്ട് ഓഫ് ഹീറ്റ് ആവാം. ഇറ്റ് ക്യാൻ ബി സേ 10 കിലോ ജൂൾസ് ഓഫ് ഹീറ്റ്. വർക്ക് ഡബ്ല്യു എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ഓഫ് വർക്ക് ആവാം. ഇറ്റ് ക്യാൻ ബി സേ വൺസ് അഗെയിൻ സം 20 കിലോ ജൂൾസ് ഓഫ് വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ ഇവിടെയൊന്നും നമുക്ക് ക്യൂവിൻ്റെ മുകളിലോ ഡബ്ല്യുവിൻ്റെ മുകളിലോ ഒന്നും യാതൊരുവിധ റെസ്ട്രിക്ഷൻസും നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടൊരു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം ഡെൽറ്റ എന്നുള്ളത് മാത്തമാറ്റിക്സിൽ നമുക്ക് ചേഞ്ച് എന്നുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ചേഞ്ച് എന്നുള്ളതിനെയാണ് ഡെൽറ്റ എന്നുള്ള ഉദ്ദേശിക്കുക. ഇനി ഈ ഡെൽറ്റ എന്നുള്ളതിന് പകരം നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഡി എന്ന് ഉപയോഗിക്കാറുണ്ട് മാത്സിൽ. നിങ്ങൾ ഡിഫറൻസ് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും, അല്ലേ? ഡി എന്ന് പറയുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫറൻഷ്യൽ ചേഞ്ച് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡി എന്ന് എഴുതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കോൺസെപ്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യണം. ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട്, ഇൻഫിനിറ്റസിമൽ ചേഞ്ച്. So this is the difference between the mathematical symbols that we are using. Infinitesimal change. Infinitesimal means very small, infinitesimal change. So if delta denotes change which can be big or small. ഈ ചേഞ്ച് ഡെൽറ്റ എന്ന് പറയുന്നത് ജനറൽ ആണ്. ചേഞ്ച് എന്നേ അർത്ഥമുള്ളൂ. അത് വലുതാവാം, ചെറിയ ചേഞ്ച് ആവാം. പക്ഷെ whenever you write D, you should mean that we are considering infinitesimal changes only specifically.
ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓർമ്മയുണ്ടാവും, നിങ്ങളൊരു ആവറേജ് വെലോസിറ്റി എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കും. നിങ്ങൾ ആവറേജ് വെലോസിറ്റി അല്ലേ, വി ആവറേജ് ഈസ് ഈക്വൽ ടു എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവുക ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നാണ്. ഇതൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് കൂട്ടി വായിക്കുന്നത് നന്നായിരിക്കും. നമ്മളൊരു കോൺസെപ്റ്റ് പറയുമ്പോൾ ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് മുൻപ് ക്ലാസ്സുകളിൽ നിങ്ങൾ ചെയ്ത മറ്റു ടോപ്പിക്കുകളായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെടുത്താൻ പറ്റുമായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങളൊരു ആവറേജ് വെലോസിറ്റിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക ചെറിയ ക്ലാസ്സുകളിലൊക്കെ. ഓക്കെ, അവിടെയൊക്കെ നിങ്ങൾ ഉപയോഗിച്ച എന്താണ് അല്ലേ, ഡെൽറ്റ എക്സ് ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ നിങ്ങൾ വിളിച്ചിരുന്നു, ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ടൈം അല്ലേ. ഇതിനെയാണ് നിങ്ങൾ എങ്ങനെ എഴുതിയത്? നിങ്ങൾ എഴുതിയിരുന്നത് എങ്ങനെയാണ്? x2 മൈനസ് x1 അല്ലേ, ഫൈനൽ മൈനസ് ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 എന്നാണ് നിങ്ങൾ ശരിക്കും മീൻ ചെയ്തത്. ഇവിടെ യാതൊരു കണ്ടീഷനും ഇല്ലായിരുന്നു ഈ x2ഉം x1ഉം എത്രത്തോളം അകലെ ആകാമെന്നോ എത്രത്തോളം അടുത്തായിരിക്കണമെന്നോ യാതൊരു കണ്ടീഷനും പറയാതെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡെൽറ്റ എക്സ് എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ചേഞ്ച് എന്ന് മാത്രമേ അർത്ഥമാക്കിയിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഓർമ്മയുണ്ടാവും, ഈ ആവറേജ് വെലോസിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ പതുക്കെ മാറിയിരുന്നു. ഈ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് നമ്മൾ സാധാരണഗതിയിൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. വി എന്ന് മാത്രം എഴുതാം. എങ്ങനെയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഓർമ്മയുണ്ടാവും. എപ്പോഴാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയിട്ട് മാറുക? അവിടെ നിങ്ങളൊരു കണ്ടീഷൻ കൊടുത്തിരുന്നു, എന്താണ്? ദ ഡെൽറ്റ ടി ഷുഡ് ബി ടെൻഡിങ് ടു സീറോ. ഓർമ്മയുണ്ടാവും, ഡെൽറ്റ ടി ഷുഡ് ബി ടെൻഡിങ് ടു സീറോ. അതായത് ഈ സമയത്തിൻ്റെ ഇൻട്രവൽ, ടൈം ഇൻട്രവൽ വളരെ വളരെ ചെറുതായി അത് വളരെ നേർത്തതായി മാറണം. ഓർ ഇറ്റ് ഷുഡ് ബി ഇൻഫിനിറ്റസമലി ക്ലോസ് ടു സീറോ, റൈറ്റ്? ഇപ്പോൾ വളരെ ചെറുത്. ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഓർമ്മയുണ്ടാവും, നിങ്ങൾ എങ്ങനെ എഴുതി ഇക്വേഷനെ എങ്ങനെ മാറ്റിയതെന്ന് ഓർമ്മയുണ്ടാവും. നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ചു, ലിമിറ്റ് അല്ലേ, LIM എന്നോ അല്ലെ LT എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് എന്താ കണ്ടീഷൻ കൊടുത്തത്? ഡെൽറ്റ ടി അല്ലേ, ടൈം ഇൻട്രവൽ ടെൻസ് ടു സീറോ. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് തന്നെ എഴുതിയത്? ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നാണ് എഴുതിയത്, അല്ലയോ? ഓക്കെ, ഇനി ഈ ഒരു സാഹചര്യത്തിലുള്ള ഈ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ആദ്യമായിട്ട് dx ബൈ ഡി ടി എന്ന് എഴുതിയത്. വെലോസിറ്റിയെ നിങ്ങൾ എന്തെഴുതി? dx ബൈ ഡി ടി എന്ന് എഴുതി. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ എപ്പോഴാണ് ഡെൽറ്റയിൽ നിന്നും മാറി ഡിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എപ്പോഴാണ്? അതിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? ദാറ്റ് ദ ചേഞ്ച് ഷുഡ് ബി ഹാപ്പനിങ് very very small, or the change should be infinitesimal. ഓക്കെ, അപ്പോൾ അതെപ്പോഴും മനസ്സിലുണ്ടാവണം. അതാണ് ഈ രണ്ട് ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം. മറ്റൊരു വ്യത്യാസവും നിങ്ങളുടെ എന്താണ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സും ഒറിജിനൽ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് തമ്മിൽ ഇല്ല. ഓക്കെ, അപ്പം ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ ഇതിനെ വിളിക്കുകയാണ്. ദിസ് ഈസ് ദ ഓർഡിനറി ഫോം ഓഫ് or general form of the first law of thermodynamics, and this equation what we have written here represents what is known as the differential form of first law of thermodynamics. Remember, it is applicable or specially applicable for an infinitesimal process. Okay, right. Now ഇവിടെ നിങ്ങളൊരു I have a word of caution for you. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനിവിടെ അത് ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. du എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് ഇവിടെ du അല്ലേ? ഡെൽറ്റ യുവിനെയാണ് ഞാൻ du ആക്കി മാറ്റിയത്. ഡെൽറ്റയ്ക്ക് പകരം d കൊടുത്തു. u ഈസ് യുവർ ഇന്റേണൽ എനർജി. സോ du ഈസ് ദ, നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ, ഇറ്റ് ഈസ് ദ ഇൻഫിനിറ്റസമൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. Infinitesimal change. See, I have again used the word infinitesimal here. Infinitesimal change in the internal energy. And I have specially mentioned here that is mathematically an exact differential. That is an exact differential. Okay, and you know what is the meaning of exact differential? You know, exact differentials will correspond to state functions. Okay, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. Exact differentials are corresponding to state functions, or in other way you can say state functions can be represented mathematically using exact differentials. Okay, now second thing is dq. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ dq, how I have defined? I have defined just, again, d denotes infinitesimal. So d എന്നുള്ളത് വന്നത് infinitesimal എന്നുള്ള കറസ്പോണ്ടിങ് ആയിട്ട്. Infinitesimally small amount of heat. You see the difference here. Infinitesimally small amount of heat supplied. Okay,
And come to the third one as well, dW. What is dW? That is infinitesimally small amount of work done. The thing to be noted is that these two are, as I have already mentioned earlier, inexact differentials. ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ് ആണ് ഇവർ രണ്ടുപേരും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസിൻ്റെ 2 എക്സാമ്പിൾസ് ആണ് ഇവർ രണ്ടും. അപ്പോൾ നമുക്കറിയാം ഈ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ് ആയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ബേസിക്കലി ഏത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. ദേ വിൽ ബി പാത്ത് ഫംഗ്ഷൻസ് ഓർ പാത്ത് ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻസ്. പാത്ത് ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻസ് ഓർ സിംപ്ലി ആസ് പാത്ത് ഫംഗ്ഷൻസ്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത ഒരു കാര്യം ഉണ്ടാവണം. ഡി യുവിനെ ഞാൻ ഒരു എക്സാക്ട് ഡിഫറൻഷ്യലിനെ സ്പെസിഫൈ ചെയ്തപ്പോൾ ഐ യൂസ്ഡ് ദ വേർഡ് ചേഞ്ച്. ഇത് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു എക്സാക്ട് ഡിഫറൻഷ്യലിനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് എങ്കിൽ, ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനെയാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നത് എങ്കിൽ, ഇറ്റ് ഈസ് മീനിങ് ഫുൾ ടു യൂസ് ദ ടേം ചേഞ്ച് ഇൻ ദാറ്റ് ക്വാണ്ടിറ്റി. ബട്ട് നെവർ യൂസ് ദ വേർഡ് ചേഞ്ച് when you are referring to an inexact differential like heat. So I told you change in heat is meaningless, change in work is meaningless because they are not responding to states. ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് പോകുമ്പോഴുള്ള വ്യത്യാസമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവസ്ഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതിനൊരു മീനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് എന്നുള്ളതിന് അർത്ഥമുള്ളൂ. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരവസ്ഥയിലുള്ള പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് സിസ്റ്റം പോയപ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ വ്യത്യാസമാണ് അല്ലേ. പക്ഷേ ചേഞ്ച് ഇൻ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ഹീറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹീറ്റ് ഈസ് എ പ്രോസസ്, വർക്ക് ഈസ് ഓൾസോ എ പ്രോസസ്. സോ യു കാനോട്ട് യൂസ് ചേഞ്ച് ഇൻ ഹീറ്റ്. സോ ഡി യു എന്ന് പറയുമ്പോൾ ഒരിക്കലും നെവർ യൂസ് ദാറ്റ്. ഡി ഡിനോട്ട്സ് ചേഞ്ച്. ഡെൽറ്റ ചേഞ്ച് ആണ് തീർച്ചയായിട്ടും കേട്ടോ. ഡെൽറ്റ എന്നുള്ള ചേഞ്ച് ആണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന വരുന്നു. സോ ഇൻ ഇക്വേഷൻ നമ്പർ 1 ഓൾസോ വി ആർ നോട്ട് യൂസിങ് ഡെൽറ്റ ക്യൂ ഹിയർ, വി ആർ നോട്ട് യൂസിങ് ഡെൽറ്റ ഡബ്ല്യു ഹിയർ. ഇവിടെ നിന്നും ഞാൻ ഡെൽറ്റ ക്യൂവും ഡെൽറ്റ ഡബ്ല്യു ഉപയോഗിച്ചിട്ടില്ല. ബട്ട് ഐ ഹാവ് യൂസ് ഡെൽറ്റ ഹിയർ. കാരണം ഇവിടെ ചേഞ്ച് എന്നുള്ളത് ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ എക്സാക്ട് ഡിഫറൻഷ്യൽസ് ഓർ സ്റ്റേറ്റ് ഫംഗ്ഷൻസ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ നോക്കേണ്ട കാര്യമുണ്ട്. ഇക്വേഷൻ നമ്പർ 1 നിന്ന് വ്യക്തമായിട്ട് അറിയാൻ ഞാനിവിടെ ഡെൽറ്റ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ഇങ്ങനെ അങ്ങ് എഴുതിയിട്ടുണ്ട് എങ്കിൽ ഈ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫംഗ്ഷനെയും QW എന്ന് പറയുന്ന പാത്ത് ഫംഗ്ഷൻസിനെയും വേർതിരിച്ചറിയാൻ വേണ്ടി യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമ്മൾ മാത്തമാറ്റിക്കലി ഇതിനെ കുറച്ചും കൂടെ കറക്റ്റായിട്ട് എഴുതാറുണ്ട്. എങ്ങനെയാണ് എഴുതുക? അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്, ഓർമ്മയുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസിനെ എഴുതുക? സോ യു ബി പുട്ടിങ് എ ക്രോസ് മാർക്ക് ഓർ ബാർ എബോവ് ദ ഡി സിമ്പിൾ. ഇപ്പോൾ ഡിയിൽ ഓക്കെ ടൈപ്പിങ്ങിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ സീ ദാറ്റ് വെൻ യു റൈറ്റ് ഇറ്റ് മാത്തമാറ്റിക്കലി യു റൈറ്റ് DU. This is the proper way, or what do you say, the best way of representing the differential form of first law of thermodynamics. du equal to dq എന്ന് എഴുതുമ്പോൾ തന്നെ d bar q എന്ന് എഴുതിയേക്കുക, പ്ലസ് dw എന്ന് എഴുതുമ്പോൾ വർക്ക് ആണല്ലോ എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും അപ്പോൾ തന്നെ അതൊരു ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണെന്ന് നിങ്ങൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അങ്ങ് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. സോ ദിസ് ഈസ് വാട്ട് ഐ പ്രിഫർ ദാറ്റ് യു റൈറ്റ്. ഓക്കെ. ഇത് പല രീതിയിൽ പല ടെക്സ്റ്റ് ബുക്കുകളിലും കൊടുത്തിട്ടുണ്ടാവും. ഈ ഡി ബാർ എന്ന് എഴുതുന്നതിന് പകരം ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഡെൽറ്റ എന്നുള്ള ഈ സിമ്പിളാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതിയാവും. DU ഈക്വൽ ടു, ചില ഓതേഴ്സ് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവും, DU ഈക്വൽ ടു ഡെൽറ്റ W പ്ലസ് ഡെൽറ്റ Q ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഈ ഡെൽറ്റയും ഇപ്പുറ സൈഡിലുള്ള ഡിയും തമ്മിലുള്ള വ്യത്യാസവും ഈ ഇൻഎക്സാക്ട്നെസ്സും എക്സാക്ട്നെസ്സും കൊണ്ടുണ്ടാകുന്ന വ്യത്യാസമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൂടാം. സോ കോണ്ടെക്ച്വലി നിങ്ങളുടെ നോളജ് നിങ്ങൾ ആ രീതിയിൽ അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നൗ എ വേർഡ് ഓഫ് കോഷൻ while you are writing your exams. Okay, since we cannot do away with our formal way of attending exams, ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം. നിങ്ങൾ പലപ്പോഴും പരീക്ഷകളിൽ നിങ്ങളോട് സ്റ്റേറ്റ് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ പല രീതിയിലുള്ള ആൻസേഴ്സ് കാണാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിക്കും അതിൻ്റെ ആൻസർ എന്ത് വരാം? ജസ്റ്റ് DU ഈക്വൽ ടു ദ ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ തന്നെ അത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഡിഫറൻഷ്യൽ ഫോമാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൽ നിങ്ങൾക്കൊരു 1 മാർക്കിന് ഇത് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വളരെ മൈസർലിയാണ്, നിങ്ങൾ വളരെ പിശുക്കന്മാരാണെങ്കിൽ നിങ്ങൾ ഇതിൽ എഴുതി വെക്കും. ചിലരൊക്കെ എന്താണ് ഒന്നും കൂടുതലായിട്ടൊന്നും എഴുതാൻ ഭയങ്കര മടിയുള്ളവരൊക്കെ ഇത് എഴുതിയാൽ, കോൺസെപ്ച്വലി ഇങ്ങനെ ഒരെണ്ണം എഴുതിയാൽ തന്നെ നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കംപ്ലീറ്റ്നെസ് ആയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്നെസ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കിയാണോ ഇത് എഴുതിയത്, അല്ലെങ്കിൽ നിങ്ങളെന്താണ് ഈ ഒരു ഇക്വേഷൻ മെമ്മറിയിൽ എടുത്ത് എഴുതിയതാണോ നമുക്ക് തിരിച്ചറിയാൻ യാതൊരു വഴിയില്ലാത്തത് കൊണ്ട് വാട്ട് ഐ സജസ്റ്റ് ഈസ് ദാറ്റ് യു ഓൾവേസ് മെൻഷൻ വാട്ട് ഈസ് ദ സിമ്പിൾ. ഓക്കെ, ഇപ്പോൾ ഡി യു എന്താണ് മീൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഐ സജസ്റ്റ് ദാറ്റ് യു മേക്ക് ഇറ്റ് ക്ലിയർ വാട്ട് ഈസ് ദ സിമ്പിൾ meaning. So that is du, where du is the infinitesimal change. ഈ കാര്യം തന്നെ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, dq ഈസ് ദ ഇൻഫിനിറ്റസിമൽ ചേഞ്ച് ഓഫ് വർക്ക് ഹീറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ എഴുതിയ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം, dq ഈസ് ദ ഇൻഫിനിറ്റസിമൽ എമൗണ്ട് ഓഫ്, സ്മോൾ എന്ന് വേണമെന്നില്ല, ഇൻഫിനിറ്റസിമലി സ്മോൾ എന്നുള്ള ഇൻഫിനിറ്റസിമൽ എന്ന് എഴുതിയാലും മതി. ഓക്കെ, എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ അത് എക്സാക്റ്റ് ആണെന്നും ഇൻഎക്സാക്റ്റ് ആണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞേക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ കംപ്ലീറ്റ് ആൻസർ. ഓക്കെ, സോ വെൻ യു ആർ ആൻ എക്സ്പേർട്ട് certainly okay, it will be enough that you write this one. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആൻസറുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, കാരണം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിൽ നിങ്ങൾ വെറും രജിസ്റ്റർ നമ്പർ മാത്രമാണ്, അതൊരു ഫോൾസ് നമ്പറായിട്ട് മാറും. അതുകൊണ്ട് സീ ദാറ്റ്, ബി കെയർഫുൾ ഇഫ് യു വാണ്ട് ടു സ്കോർ. ഓക്കെ, ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, കാരണം നമ്മുടെ സിസ്റ്റം ഒരിക്കലും മാറാത്തത് കൊണ്ട് കോൺസെപ്റ്റിനോടൊപ്പം പ്രസൻറ്റേഷനും കൂടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഡോണ്ട് ജസ്റ്റ് ലീവ് ഡി യു ഈക്വൽ ഡി ബാർ ക്യൂ പ്ലസ് ഡി ബാർ ഡബ്ല്യു. അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് ഓൾസോ പ്ലീസ് സീ ദാറ്റ് യു എക്സ്പ്രസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് explicitly. So that's fine. Good. Now what I'm going to do is we will be using this differential form of the first law of thermodynamics for various systems. Okay, for various systems and various processes. പല പല സിസ്റ്റംസ് നമുക്കുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്ന സിസ്റ്റം? സിമ്പിൾ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഏതൊക്കെയായിരുന്നു സിമ്പിൾ സിസ്റ്റംസ്? ഏറ്റവും കോമൺ ആയ സിമ്പിൾ സിസ്റ്റമാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം എന്ന് എടുത്തത്. ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റത്തിനോട് സമാനമായ മറ്റു പല സിമ്പിൾ സിസ്റ്റത്തിനെയും നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിരുന്നു. ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. എന്താണ്? 1 ഡയമെൻഷണൽ സ്ട്രെച്ച്ഡ് വയർ, 2 ഡയമെൻഷണൽ സർഫസ് ഫിലിംസ്, അല്ലേ, ഇലക്ട്രിക് സെൽ, ഡൈഇലക്ട്രിക് സ്ലാബ്സ്, പാരാമാഗ്നറ്റിക് റോഡുകൾ, അതുപോലെ പാരാമാഗ്നറ്റിക് ഗ്യാസുകൾ. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. നമ്മൾ കൂടുതലും ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം വെച്ചിട്ടാണ് കാര്യങ്ങൾ മുൻപോട്ടേക്ക് പോകുക, കാരണം ഇതൊരു ഇൻട്രോഡക്ടറി കോഴ്സ് മാത്രമായതുകൊണ്ട്. സോ എനിവേ, ലെറ്റ് us take how this differential form of the first law of thermodynamics will be modified for a hydrostatic system. Okay, so that is quite easy. You know, for a hydrostatic system, already you have calculated the expression for the work done in changing the volume. So hope you remember that one. We obtained d bar w, the infinitesimal work done during the quasi-static process, okay, undergone by a hydrostatic system. D bar w is equal to simply minus p dv. That was our expression that we have derived. Let me call this one as equation number 2 itself. Remember, equation number 2 what I have typed here is same as equation number 2 what I have written now here. So let me call this equation as equation number 3 here. Okay, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡെറൈവ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി ഡി വി. നമ്മൾ അതിൻ്റെ സൈൻ കൺവെൻഷനൊക്കെ വിശദമായി ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഹോപ്പ് യു റിമെമ്പർ Anjali had given by taking I think expansion also we have done by taking compression. I told you we can reach both the same sign conventions if you consider work done by the external force. So ഇതാണ് നമ്മുടെ ഡി ബാർ ഡബ്ല്യു. അപ്പോൾ ഈ ഡി ബാർ ഡബ്ല്യു എന്നുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് ഇക്വേഷൻ നമ്പർ 2ലേക്ക് അങ്ങ് കൊടുത്തേ. അപ്പോൾ എന്താ വരിക? Okay, so how do you get that one? So therefore you will get du equal to എന്താ വരിക? ഒന്നുമില്ല, ഡി ബാർ ക്യൂവിൽ നമുക്ക് യാതൊരു മാറ്റവും വരുത്താനില്ല. ഡി ബാർ ക്യൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, സൈനുകളൊക്കെ അതേപടി നിങ്ങൾ ഇനി എടുത്തോണം. നമ്മൾ ഒരേ സെറ്റ് ഓഫ് സൈൻ കൺവെൻഷൻസ് ആണ് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അതേ സെറ്റ് ഓഫ് സൈൻ കൺവെൻഷൻസ് തുടരാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു മൈനസ് ഉണ്ട്. ആ മൈനസ് അതേപടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണം. മൈനസ് പി ഡി വി,
minus P dV. So du equal to d bar q minus P dV. ഇങ്ങനെ എഴുതുമ്പോഴൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ തന്നെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഈ ഇക്വേഷൻ നമ്പർ 2 ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കി, ലെഫ്റ്റ് സൈഡ് ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ അല്ലേ? ലെഫ്റ്റ് സൈഡ് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. പക്ഷേ റൈറ്റ് സൈഡിലുള്ള രണ്ടെണ്ണം എന്താണ്? ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. ആൻഡ് ദാറ്റ് ഇസ് എ ഇൻട്രസ്റ്റിംഗ് തിങ് ടു ബി നോട്ടഡ്. ദ സം ഓഫ് ടു inexact differentials becomes an exact differential. That is a mathematically accepted theorem. The sum of two inexact differentials can turn out to be an exact differential. There is no mathematical problem involved in that one. അപ്പോൾ നോക്കുക, ഇതൊരിക്കലും നിങ്ങൾ രണ്ട് സ്കാലറിനെ ആഡ് ചെയ്തിട്ട് മറ്റൊരു വെക്ടർ കിട്ടുന്നതായിട്ടൊന്നും കരുതിയേക്കരുത് കേട്ടോ. ആ രീതിയിലൊന്നും കരുതണ്ട. ബോത്ത് ഓൾ ദീസ് ആർ ഹാവിംഗ് ദ ഡയമെൻഷൻസ് ഓഫ് എനർജി. യു ക്യാൻ സി ഡയമെൻഷനലി ദിസ് ഇക്വേഷൻ ഈസ് കറക്റ്റ്. ദാറ്റ് ഈസ് അണ്ടർലൈങ് റീസൺ ഹിയർ. യു നോ, ഹീറ്റ് ഈസ് മെഷേർഡ് ഇൻ ജൂൾസ്, വർക്ക് ഈസ് ഓൾസോ മെഷേർഡ് ഇൻ ജൂൾസ്, ആൻഡ് ഇന്റേണൽ എനർജി ഈസ് ഓൾസോ മെഷേർഡ് ഇൻ ജൂൾസ്. സോ ഓൾ ആർ ഡയമെൻഷനലി energy itself, whether you call it as internal energy, you call it as heat, or you call it as what work done, all are representing energy. So you can simply add them and equate them. That is a fact there. Okay, so remember this one. The sum of two inexact differentials is expressed as an exact differential. ഓക്കെ, റൈറ്റ്. സോ ഇവിടെ നിങ്ങൾ അതിൻ്റെ ഫോം മാറുന്ന കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഞാൻ ഡി ബാർ ക്യൂ എന്നുള്ളതിന് ഹീറ്റ് മാത്രമാണ് ഇവിടെ എന്തായിട്ടുള്ളത്, ഇൻഎക്സാക്ട് ഡിഫറൻസ് ആയിട്ടുണ്ടാവുക. ഈ ഇൻഎക്സാക്റ്റ് ആയിരുന്ന ഡി ബാർ ഡബ്ല്യുവിനെ ഞാൻ എക്സാക്റ്റ് ആയ ഡി വി ആയിട്ട് കൺവേർട്ട് ചെയ്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. So that is a mathematically permitted, okay, change over. So this is the way in which you can write this one. So let me call this equation as some equation number 4. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഡി യു ഈക്വൽ ടു ഡി ബാർ ക്യൂ മൈനസ് പി ഡി വി എന്ന് എഴുതുന്നതിനെ തന്നെ വേണമെങ്കിൽ നമ്മുടെ ഫോക്കസ് ഹീറ്റിൻ്റെ മുകളിലാണ് എങ്കിൽ I can rewrite this one once again by changing the sides as d bar q equal to, how do you write it? d bar q equal to du plus p dv. ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ് വൺ. യു നോ, മാത്തമാറ്റിക്കലി ദർ ഇസ് നത്തിങ് റോങ് ഇൻ, കൺവെൻഷനലി ഓൾസോ നോ നത്തിങ് റോങ് ഇൻ 5, ഇക്വേഷൻ നമ്പർ 5. ഇനി ഈ ഒരു ഫോം ഓഫ് ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ആയിരിക്കും നമ്മൾ മുൻപോട്ടേക്ക് കൂടുതൽ ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ ഇക്വേഷൻ നമ്പർ 5 ഒരു പ്രത്യേക സ്റ്റാറ്റസ് കൊടുക്കുകയാണ് ബൈ ബോക്സിങ് ഇറ്റ്. ഓക്കെ, ഡി ബാർ ക്യൂ ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. ഇവിടെ നമ്മളിപ്പോൾ മൈനസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. സോ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. ഓക്കെ, എല്ലാ ക്വാണ്ടിറ്റീസും പോസിറ്റീവാണ്. അതുകൊണ്ട് ഡി ബാർ ക്യൂ ഈക്വൽ ഡി യു പ്ലസ് പി ഡി വി എന്നുള്ള ഒരു ഫോമാണ് നമ്മൾ ഇനി കൂടുതലായിട്ട് മുമ്പോട്ടേക്ക് ഉപയോഗിക്കുക. റിമെമ്പർ, ഇറ്റ് ഈസ് ഓൾ സെയിം വിത്ത് ഇക്വേഷൻ നമ്പർ 2 ഓർ ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇക്വേഷൻ 2നോടും ഇക്വേഷൻ 4നോടും ഇക്വാലൻ്റ് ആയ ഇക്വേഷൻ തന്നെയാണ് ഇക്വേഷൻ നമ്പർ 5. എന്തുകൊണ്ട് നമ്മൾ ഈ ഫോം ഓഫ് ഇക്വേഷൻ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും കൂടുതൽ. ഓക്കെ, so that is something regarding the differential form of first law of thermodynamics. We can go on talking anything or anymore. One more thing I think I should specify you. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. I don't know whether I will confuse you with my extra inputs here, but I must say those who are afraid of getting confused with sign conventions, please stay away from what I am going to say now. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫോർ ദ ടൈം ബീയിങ് യു ക്യാൻ ജസ്റ്റ് നെഗ്ലക്ട് മൈ ടോക്കിംഗ് നൗ ഫോർ മേ ബി സം 1 or 2 minutes. ബി പാസീവ് നൗ. ഞാൻ പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യം ഓർമ്മയുണ്ടാവും. നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് സൈൻ കൺവെൻഷനാണ് ഫോളോ ചെയ്തു വരുന്നത് അല്ലേ? ഞാനത് മുൻ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ദർ ഈസ് ആൻ ഓൾട്ടർനേറ്റീവ്, ഓക്കെ, ഈക്വലി correct sign convention usually followed by engineers and chemists. ഓക്കെ, ആ സൈൻ കൺവെൻഷൻ പ്രകാരം നിങ്ങൾ ഏതെങ്കിലും ഒരു ജനറൽ ആർട്ടിക്കിളൊക്കെ നോക്കിയാൽ, കാരണം ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റെഫറൻസ് ബുക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നിങ്ങൾക്ക് ഏതൊരു ഓൺലൈൻ വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഡോക്യുമെൻറ്റോ ഒക്കെ ഞാൻ നിങ്ങൾക്കൊരു പക്ഷേ ഒരു റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയൽസിൽ പലതിലും നമ്മളിപ്പോൾ ഫോളോ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ കൺവെൻഷൻ കണ്ടേക്കാം. അത് കണ്ട് നിങ്ങൾ പിന്മാറരുത്. കാരണം അങ്ങനെ ഒരു കൺവെൻഷൻ ഉണ്ടാവാമെന്നും എല്ലാ കൺവെൻഷൻസും ശരിയാണ് എന്നുള്ളതും ഒരു ബോധ്യത്തോടെ പോകാൻ വേണ്ടി പറയുകയാണ്. ഇതേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുകയാണ്. ഞാൻ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് മാറ്റി എഴുതുകയാണ് ഇപ്പോൾ ഇവിടെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മനസ്സിലാവുന്നത് ഫോർ എൻജിനീയേഴ്സ്, ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു നോട്ടായിട്ട് നിങ്ങളോട് പറയുന്നേ ഉള്ളൂ.
വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്ഷൻ നെഗ്ലക്റ്റ് ചെയ്യാം. ഫോർ എൻജിനീയേഴ്സ്, ലെറ്റ് മീ റീറൈറ്റ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 അവരെഴുതുക ഇങ്ങനെയായിരിക്കും. ഡെൽറ്റ യു ഈക്വൽ ടു, അതിലൊന്നും പ്രശ്നമില്ല, ഡെൽറ്റ യു ഈക്വൽ ടു, സൈൻ കൺവെൻഷനിലും മീനിങ്ങിലുമാണ് പ്രശ്നം. ഡെൽറ്റ യു ഈക്വൽ ടു എന്തായിരിക്കും? ക്യൂ. അതിലും പ്രശ്നം ഉണ്ടാവില്ല മിക്കവാറും. ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് എഴുതിയതിന് പകരം അവർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതുക മൈനസ് ഡബ്ല്യു എന്നായിരിക്കും. ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ലേമാനിന് ഒരുപക്ഷെ തോന്നും, എന്താണ് ഫിസിക്സുകാർ ഒരു പുസ്തകത്തിൽ എന്ത് പറയണു, ഇക്വേഷൻ നമ്പർ 1 ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയണു. ഓക്കെ, മറ്റൊരു ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് ക്യൂ മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നു. പ്ലീസ് ഡോണ്ട് ഗെറ്റ് അനോയിഡ്. ഓക്കെ, നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഇറ്റ് ഇസ് ഡ്യൂ ടു അവർ മിയർ ഇഗ്നറൻസ് എന്നുള്ള കാര്യം തിരിച്ചറിയുക. ഓക്കെ, അതുകൊണ്ട് ഇതിനെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ അറിവ് വിശാലമാവണം. ഇതും എന്താണ് കറക്റ്റാണ്, പ്രൊവൈഡഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടാവും. എന്താണ് ഇവിടെ ഇവർ ക്യൂ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് വരുന്ന ഹീറ്റ് തന്നെയാണ്. ക്യൂ ഇന്നാണ്, സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കിട്ടുന്ന ഹീറ്റാണ് ക്യൂ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡബ്ല്യു എന്ന് ഇവർ എൻജിനീയേഴ്സ് ഉപയോഗിക്കുന്ന ഡബ്ല്യു, ദാറ്റ് ഈസ് നോട്ട് ഡബ്ല്യു ഇൻ, ദാറ്റ് ഈസ് ഡബ്ല്യു ഔട്ട്. ഇതാണ്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഏതൊരു പുസ്തകത്തിൽ പറയുന്ന സൈൻ കൺവെൻഷനെയും അംഗീകരിക്കുവാനും അതിനെ എന്താണ് ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റും. എൻജിനീയേഴ്സിൻ്റെ കേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എൻജിനീയറിങ് സ്റ്റീം എൻജിൻസ് അല്ലെങ്കിൽ ഹീറ്റ് എൻജിൻസിൻ്റെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു എൻജിനീയറെ സംബന്ധിച്ചിടത്തോളം ഒരു എൻജിൻ വർക്ക് ചെയ്യുന്നത് ആണ് എന്താണ് വരേണ്ടത്, ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് വരേണ്ടത് അവരുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബ്ല്യു എന്നവർ ഉദ്ദേശിക്കുന്നത് വർക്ക് ഡൺ ബൈ ദ എൻജിനാണ്, അല്ലെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു അവിടെ അവരെന്ത് ചെയ്യുന്നു, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റത്തെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടാവും. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റത്തെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ തരാം. ഒരു സിസ്റ്റത്തിലേക്ക് 100 ജൂൾ ഓഫ് ഹീറ്റ് എനർജി ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ഒരു സിസ്റ്റത്തിലേക്ക് 100 ജൂൾ ഹീറ്റ് എനർജി എൻ്റർ ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ എന്താ കിട്ടുക, നമുക്കറിയാം ഹീറ്റ് ഫ്ലോയിങ് ഇൻ ടു ദ സിസ്റ്റം പോസിറ്റീവായിട്ടാണ് എടുക്കുക. ഇനി എന്ത് സംഭവിക്കുന്നു, ആ സിസ്റ്റം ഒരു 50 ജൂൾ വർക്ക് ചെയ്തു എന്ന് കരുതുക. ഓക്കെ, സിസ്റ്റം 50 ജൂൾ വർക്ക് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഡബ്ല്യു ഞാനിവിടെ തൽക്കാലം എഴുതുവാണ്, ഡബ്ല്യു ഈക്വൽ ടു, ഓക്കെ, അല്ല ഡബ്ല്യു ഡാഷ് ഞാൻ എടുക്കാം തൽക്കാലം. സിസ്റ്റം 50 ജൂൾ വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ ഡബ്ല്യു ഡാഷ് എന്ന് വിളിക്കുകയാണ് തൽക്കാലം, 50 ജൂൾ. ഇനി നമുക്ക് നോക്കാം ഈ ഡാറ്റ, ഇതാണ് യാഥാർത്ഥ്യം. ദിസ് ഈസ് എ ഫിസിക്കൽ ഫാക്ട്. ഈ യാഥാർത്ഥ്യം ഒരു എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിലും അതുപോലെ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സെക്കൻഡ് സൈൻ കൺവെൻഷൻ, ഞാൻ അതും കൂടി ഇവിടെ എഴുതട്ടെ, സെക്കൻഡ് സൈൻ കൺവെൻഷൻ ഉപയോഗിക്കുന്ന ഫിസിസിസ്റ്റും എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ അവരവരുടെ ഫോം ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. ഐ തിങ്ക് ദാറ്റ് വിൽ ഹെൽപ്പ് യു ലേറ്റർ. ഓക്കെ, ഞാൻ ഈ പറയുന്നതിനൊക്കെ ഒരു കാരണമുണ്ട്. ഐ വിൽ ടെൽ യു ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ. നമുക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു എന്താണ് നമ്മുടെ ഫിസിസിസ്റ്റുകാരുടെ കൺവെൻഷൻ എന്താണ്, ഫോർ എ ഫിസിസിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു എന്താണ് ഒരു റോളിനെ മഹത്വവൽക്കരിക്കുന്നത് കേട്ടോ. ആരൊക്കെയാണ് ഫിസിക്സിനെ പറ്റി സംസാരിക്കുന്നത്, അവരെല്ലാം ഫിസിസിസ്റ്റ് ആണ്. ഫോർ പീപ്പിൾ ലൈക്ക് അസ്, യു ആൻഡ് മീ. സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, നമുക്കിതാണ് ഇക്വേഷൻ നമ്പർ 1 ആണ്, ക്യൂ ഇൻ. ഓക്കെ, പ്ലസ് എന്താണ് നമ്മൾ ചെയ്തത്, ഇവിടെ ഡബ്ല്യുവും എന്ത് തന്നെയാണ്, ഇൻ തന്നെയാണ് കേട്ടോ. അതാണ് വ്യത്യാസം. നമ്മൾ സംസാരിക്കുന്നത് ഹീറ്റ് ഇൻപുട്ട് ആൻഡ് വർക്ക് ഇൻപുട്ട്. അതിവിടെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നത്. ഞാനിവിടെ പറഞ്ഞു നോക്കുന്നുണ്ടോ, നോക്കൂ. ഡി ക്യൂ ഈസ് ദ ഇൻഫിനിറ്റമൽ സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, കണ്ടോ, സപ്ലൈഡ്. അതുപോലെ ഡി ഡബ്ല്യു ഈസ് ദ ഇൻഫിനിറ്റമലി സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്നാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതാണ് നമ്മുടെ സൈൻ കൺവെൻഷനുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി ഞാൻ നോക്കട്ടെ. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു എഞ്ചിനീയറാണ് ഈ സിറ്റുവേഷനെ അനലൈസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെ വരും നമുക്ക് നോക്കാം. ഹൗ ഡസ് ആൻസർ ടേൺ ഔട്ട്, ഡെൽറ്റ യു, അതിന് സംശയമൊന്നും വേണ്ട. ക്യൂ ഇൻ എഞ്ചിനീയറിനെ സംബന്ധിച്ചോളം പോസിറ്റീവാണ്, പോട്ടെ, 100 ജൂൾ. ഇനി എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഈ ഇക്വേഷൻ്റെ ഭാഗമാണ് ഈ മൈനസ്. ഇപ്പോൾ ഞാനവിടെ മൈനസ് ഇടാൻ നിർബന്ധിതനാണ്. ഇക്വേഷൻ്റെ ഭാഗമാണ് മൈനസ്. ഐ ആം പുട്ടിംഗ് ദാറ്റ് നെഗറ്റീവ് സൈൻ ഹിയർ, മൈനസ് ഡബ്ല്യു ഔട്ട്. ഇനിയാണ് നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുക. ഡബ്ല്യു ഔട്ട് ഫോർ ആൻ എഞ്ചിനീയർ, work done by the system is taken as what?
പോസിറ്റീവ്. അപ്പോൾ ഞാൻ ഇവിടെയാണ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം 50 ജൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, 50 എന്ന് കൊടുക്കണം അല്ലേ. ഈ മൈനസ് ഇക്വേഷൻ്റെ ഭാഗമാണെന്ന് ഓർത്തോണേ. ദിസ് മൈനസ് ഹാസ് കം ഫ്രം ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഇൻഹറൻറ്റ് ഇൻ ദ ഇക്വേഷൻ. സോ 100 മൈനസ് 50 എന്ന് എഴുതണം. സോ വാട്ട് ഈസ് യുവർ ഫൈനൽ ആൻസർ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് 50 joules. Okay, now if the same situation is analyzed by a physicist like you and me, let's see how the answer will turn out. So that is equal to situation idana Q in. What is Q in? Heat flow into the system 100 joule ആണ്. വീണ്ടും ഞാൻ എഴുതുന്നത് 100. ഇനി ഞാൻ ഇക്വേഷൻ്റെ ഭാഗമായിട്ടുള്ള പ്ലസ് ഇവിടെ ഇടാൻ നിർബന്ധിതനാണ്, ഞാൻ പ്ലസ് ഇട്ടു. ഓക്കെ, ഇനി ഞാൻ ഓർക്കുവാണ് W in, വർക്ക് ഇൻ ആണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കറിയാം സിസ്റ്റം ഇവിടെ 50 ജൂള് വർക്ക് ചെയ്യുകയാണ് ചെയ്തത് സിറ്റുവേഷനിൽ അല്ലേ. അപ്പോൾ ഇവിടെ വർക്ക് ഇൻ ആണോ സംഭവിച്ചത്? അല്ല, ഇവിടെ വർക്ക് ഔട്ടാണ് സംഭവിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ വർക്ക് ഇൻ ആയിരുന്നെങ്കിൽ +50 എന്ന് ഇടണമായിരുന്നു. പക്ഷേ സിറ്റുവേഷനിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ പ്ലസ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ വർക്ക് ഇൻ അല്ല, W ഇന്നിന് പകരം ഞാൻ എന്ത് ചെയ്യണം, +50 ഇടുന്നതിന് പകരം ഇവിടെ -50 ഇട്ടാൽ മതി. സോ -50 ബിക്കോസ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർ യു ഗെറ്റിംഗ് ദ സെയിം ആൻസർ ഹിയർ 50 ജൂൾ. സോ യു ക്യാൻ സീ ദാറ്റ് വെദർ യു അനലൈസ് ഇറ്റ് ബൈ യൂസിംഗ് ദ എഞ്ചിനീയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഓർ by using our mechanics or physics point of view, you should be getting the same answer once you understand what is the actual meaning of the symbols that each one of us is using. Okay, now you may be thinking that why I am telling about for engineers. Okay, the basic reason is this one. We cannot predict that to what field we are finally going. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം ദ ബേസിക് ഫിസിക്സ് ഹിയർ. യു സി മേ ബി യു ടേൺ അപ്പ്, യു ലേൺ physics and you turn up as a lecturer in an engineering college. That usually happens. Okay, where you have to teach all these fundamental laws of thermodynamics to an engineering student. Okay, whereas if you refer to your old textbooks and old notes, if you have something like okay, you will see that what is needed by an engineering student is entirely different from what you are taught in your lower classes. You may be in a big confusion maybe. Okay, അപ്പോൾ ഓർക്കുക, ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഐ ഹാവ് എക്സ്പീരിയൻസ് ഓഫ് മൈ fellow or classmates who is teaching in engineering colleges, taking a calling, and okay, we had a lot of discussion on this one. Okay, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ ഫിസിക്സ് പഠിച്ചതിന് ശേഷം എഞ്ചിനീയറിംഗ് കോളേജിലെ ഫസ്റ്റ് ഇയറിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ +2 +1 ഫിസിക്സിൽ പഠിച്ചിട്ട് വന്നിട്ടുണ്ടാവും ഒരു കൺവെൻഷൻ. ഓക്കെ, നിങ്ങളിനി എന്ത് ചെയ്യും, എഞ്ചിനീയറിംഗ് കോളേജ് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് സിലബസ് പ്രകാരം അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നിങ്ങളത് പഠിപ്പിക്കേണ്ടി വരും. അപ്പം നമ്മൾ ഈ 2 റോളും ഡ്യുവൽ നേച്ചർ പ്ലേ ചെയ്യേണ്ടി വരും. ഫോർ ദാറ്റ് യെസ്, ഫിസിസിസ്റ്റ് ഷുഡ് ഹാവ് ബോത്ത് ദ ideas. Okay, that is why I just mentioned it here. Hope that it will help you later. Forget about this one. Now you come back to what is the sign convention that we are following. Okay, so that was I think a very detailed discussion on the differential form of first law of thermodynamics. I just conclude it for the time being. അടുത്ത അവർ we will be just continuing, no other go. Okay, അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, I'll give you some 15 minutes of time as interval. നിങ്ങൾ log into the same class, just come back to the same class.